നമസ്കാരം. ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം സംബന്ധിച്ചുള്ള വാർത്തകൾ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതേസമയം തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ എന്ത് ചെയ്യാൻ പോകുന്നു? അമേരിക്ക പോലെയുള്ള ഒരു വൻ ശക്തിക്കെതിരെ അവരുടെ സമ്മർദ്ദത്തിന് മുന്നിൽ ഇന്ത്യ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതിനിതാ ആദ്യത്തെ ഒരു മറുപടി, ആദ്യത്തെ വെടി അത് ജപ്പാനിൽ പൊട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒടുവിലത്തെ വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പോലും അദ്ദേഹം ഊന്നി പറഞ്ഞൊരു കാര്യം, ഇന്ത്യ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറാണ്. കർഷകരുടെയും ഇവിടുത്തെ ചെറുകിട ഉൽപ്പാദകരുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എന്ത് വില കൊടുത്തും അത് നേരിടും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതിൻ്റെ ആദ്യ സൂചന അങ്ങ് ജപ്പാനിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത. പ്രധാനമന്ത്രി ഈ അമേരിക്കയുടെ ഭീഷണിയെ അതിജീവിക്കുന്നതിന് വേണ്ടി മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പല പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് ചൈനയുമായിട്ടുള്ള സഹകരണം. ഷാങ്ഹായ് ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് അങ്ങോട്ട് പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ കേട്ടതാണ്. പക്ഷേ പോകുന്ന വഴിയിൽ അദ്ദേഹം ജപ്പാനിൽ കൂടി ഒന്ന് സന്ദർശനം നടത്തും എന്നുള്ള വാർത്തകൾ പിന്നീട് വന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ജപ്പാനിൽ വന്നിരിക്കുന്നത്. ജപ്പാനിൽ അത് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ ജപ്പാൻ സഹകരണ സമ്മേളനമുണ്ട്. അതിൻ്റെ 15ാമത് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ജപ്പാനിലെത്തിയിരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി ജപ്പാനിൽ കാല് കുത്തിയ ആ നിമിഷം തന്നെ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക എല്ലാ രാജ്യങ്ങളുമായിട്ടും വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ജപ്പാനുമായും ഒരു വ്യാപാര യുദ്ധം അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജപ്പാനെതിരെ 25% നികുതിയാണ് ചുമത്തും എന്നുള്ള ഭീഷണി അമേരിക്ക നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അത് ഒരു 15%-ത്തിലേക്കെങ്കിലും എത്തിക്കാൻ വേണ്ടി പല അനുനയ തന്ത്രങ്ങളും ജപ്പാൻ പയറ്റിയിരുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ അമേരിക്കൻ കമ്പനിയായ ഫോർഡ് അവരുടെ F-150 എന്ന് പറയുന്ന കൂറ്റൻ ട്രക്കുകൾ അത് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ ജപ്പാൻ തീരുമാനമെടുത്തിരുന്നു. അതേപോലെ തന്നെ അമേരിക്കൻ നിർമ്മിത കാറുകൾക്കുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്തു നീക്കുക, അതേപോലെ തന്നെ അമേരിക്കൻ വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ്, അമേരിക്കൻ വാഹന നിർമ്മാതാക്കളുടെ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാൻ സന്നദ്ധമാകുക തുടങ്ങിയ അനുനയ നീക്കങ്ങൾ ജപ്പാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിലും പ്രധാനമായ ഒരു സംഗതി, അമേരിക്കയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി, അമേരിക്കയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ജപ്പാൻ ഒരു $550 ബില്യൺ നിക്ഷേപം അമേരിക്കയിൽ നടത്തും എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് പ്രമാണിച്ച്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അവിടെ കാലുകുത്തിയ ഉടനെ ആ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് ജപ്പാൻ തൽക്കാലം ഇപ്പോൾ പിൻവാങ്ങി നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഈ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ജപ്പാന്റെ ഈ വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന റയോസി അക്കാസവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു നയതന്ത്ര പ്രതിനിധിയാണ് ജപ്പാന്റെ. ഇദ്ദേഹം അമേരിക്കൻ സന്ദർശന പരിപാടി തൽക്കാലത്തേക്ക് റദ്ദാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ $550 ബില്യൺ നിക്ഷേപം നടത്തുമ്പോൾ അത് ജപ്പാൻ നിക്ഷേപിക്കുമ്പോൾ തീർച്ചയായിട്ടും ജപ്പാന് ഒരു പരിഗണന കിട്ടണമല്ലോ. പക്ഷേ ട്രംപ് ഈ കാര്യത്തിലെടുത്ത നിലപാട്, ഇത്തരം ഒരു നിക്ഷേപം വന്നാൽ അതിൻ്റെ ലാഭത്തിൻ്റെ 90% അമേരിക്ക തന്നെ കൈയാളും എന്നുള്ള ഒരു നിലപാടാണ് ട്രംപ് എടുത്തത്. അപ്പോൾ ഈ കാര്യത്തിൽ ജപ്പാന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തത വരുന്നതുവരെ തൽക്കാലം ആ പദ്ധതിയുമായി മുന്നോട്ട് പോകണ്ട എന്നുള്ളതാണ് ജപ്പാന്റെ തീരുമാനം. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ അമേരിക്കയുടെ ഭീഷണികൾക്ക് വശംവദരാകാൻ ജപ്പാനും വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് എന്താണ് ബദൽ മാർഗങ്ങൾ എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ ജപ്പാൻ ഭരണകൂടവുമായി ചർച്ച നടത്തും എന്നുള്ളത് ഉറപ്പാണ്. ജപ്പാന്റെ ദേശീയ മാധ്യമമായ നിക്കേയി ഏഷ്യ എന്ന് പറയുന്ന മാധ്യമം ഇപ്പോൾ പുറത്തുവിട്ട വാർത്ത പ്രകാരം ജപ്പാൻ ഇന്ത്യയിൽ ഏതാണ്ട് അടുത്ത 10 വർഷം കൊണ്ട് 10 ട്രില്യൺ yen, അത് അമേരിക്കൻ ഡോളറിലോട്ട് മാറ്റുമ്പോൾ ഏതാണ്ട് $68 ബില്യൺ രൂപ അടുത്ത 10 വർഷം ജപ്പാൻ ഇന്ത്യയിൽ നിക്ഷേപം നടത്തും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കൂ, അമേരിക്ക ഇന്ത്യ വ്യാപാര യുദ്ധം നടക്കുന്നു, ഇന്ത്യക്ക് വമ്പൻ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ തന്നെയാണ്, അത്തരത്തിൽ പലരും ആശങ്ക പങ്കുവെക്കുമ്പോൾ തന്നെയാണ് ജപ്പാൻ ഇത്തരത്തിലൊരു ഭീമൻ നിക്ഷേപം ഇന്ത്യയിലേക്ക് നടത്തും എന്നുള്ള വാർത്തകൾ വരുന്നത്. ഇത് മാത്രമല്ല, ഈ നിക്ഷേപം നടത്തുന്ന മേഖല ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്,
നമുക്കറിയാവുന്ന പോലെ നിർമ്മിത ബുദ്ധി AI സാങ്കേതിക വിദ്യ അതിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ നിർമ്മാണം, രൂപീകരണം തുടങ്ങിയ മേഖലകൾക്കാണ് ജപ്പാൻ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുക. അതേപോലെ തന്നെ സെമി കണ്ടക്ടറും പിന്നെ സെമി കണ്ടക്ടർ നിർമ്മാണം, പരിസ്ഥിതി സംരക്ഷണം, മരുന്ന്, വൈദ്യശാസ്ത്ര മേഖലയിലുള്ള നിക്ഷേപം തുടങ്ങിയവയ്ക്കാണ് ജപ്പാൻ ഏതാണ്ട് $68 ബില്യൺ അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുമെന്നുള്ള വാർത്തകൾ വരുന്നത്. ഇനി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ്: ഇന്ത്യ ചൈന സഹകരണത്തിന് പുതിയ ചിറകുകൾ നൽകാനാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. സാമ്പത്തികവുമായും സാങ്കേതികവുമായുള്ള പരസ്പര സഹകരണം മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. അതേസമയം തന്നെ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഈ ക്വാഡ് സഹകരണം അതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണ ഉടമ്പടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇനി എന്താണ് ഈ ക്വാഡ് എന്നുള്ളത് നോക്കണം. അതായത് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സൈനികമായും സാമ്പത്തികമായിട്ടുള്ള വളർച്ചയെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് ക്വാഡ്. അപ്പോൾ അതിലെ അംഗരാജ്യങ്ങളെന്ന് പറയുന്നത് അമേരിക്ക, ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ അമേരിക്ക ഇന്ത്യക്കെതിരെ 50% നികുതി പ്രഖ്യാപിച്ചതോടുകൂടി ഈ ക്വാഡ് കൂട്ടായ്മയിലെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ ജപ്പാൻ ആ ക്വാഡ് കൂട്ടായ്മയിലെ അംഗരാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ആശങ്ക അത് ഏറെക്കുറെ ജപ്പാൻ്റെയും ആശങ്കയാണ്. കാരണം ഇന്ത്യയും ജപ്പാനും കാലങ്ങളായി വലിയ സഹകരണമുള്ള 2 രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഈ കാര്യത്തിലും 2 രാജ്യങ്ങളും അവരുടെ നിലപാടുകൾ അറിയിക്കും എന്നുള്ളതാണ്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടോക്കിയോയിലുള്ള ബുള്ളറ്റ് ട്രെയിൻ ഫാക്ടറി സന്ദർശിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയുണ്ട്, മുംബൈ മഹാരാഷ്ട്ര ബുള്ളറ്റ് ട്രെയിൻ സർവീസ്. മണിക്കൂറിൽ 320 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ള ബുള്ളറ്റ് ട്രെയിൻ സർവീസാണ് ഇന്ത്യ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആയിരിക്കും മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ സർവീസ്. അപ്പോൾ മഹാരാഷ്ട്രയെയും അതേപോലെ തന്നെ ഗുജറാത്തിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ട്രെയിൻ സർവീസാണ് ഇത്. അപ്പോൾ ഈ ഒരു സ്വപ്ന പദ്ധതിക്ക് നമുക്ക് സാങ്കേതിക സഹായം അത് ജപ്പാനിൽ നിന്ന് കിട്ടണം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മികച്ച ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. അവിടുത്തെ ടോക്കിയോയിലുള്ള ബുള്ളറ്റ് ട്രെയിൻ ഫാക്ടറി പ്രധാനമന്ത്രി സന്ദർശിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ നാവികസേനയും ജപ്പാൻ്റെ തീരദേശ സേന അല്ലെങ്കിൽ ജപ്പാൻ്റെ നാവികസേനയുമായി ഒരു സഹകരണ കരാറിനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. ഇതുവഴി ജപ്പാൻ്റെ അടക്കം നാവികസേന കപ്പലുകൾ അല്ലെങ്കിൽ മറ്റ് കപ്പലുകളുടെ അറ്റകുറ്റപ്പണികളടക്കം ഇന്ത്യയിൽ നടത്തുന്നത് സംബന്ധിച്ചുള്ള ഒരു കരാറിനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്ക വലിയ തരത്തിലൊരു ഭീഷണി ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ളൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതോർത്തിട്ട് അങ്കലാപ്പിലാകുന്നില്ല. നമ്മളതിൻ്റെ ബദൽ മാർഗങ്ങളിലേക്ക് കടക്കുന്നു. ജപ്പാനിൽ നിന്ന് വരുന്ന വാർത്ത വളരെ ആശാവഹമാണ്. അവർ അമേരിക്കയിൽ നടത്താൻ തീരുമാനിച്ച നിക്ഷേപം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടി തൽക്കാലം അത് ഒന്ന് വെയിറ്റ് ചെയ്യാൻ, ഒന്ന് കാത്തിരിക്കാൻ തീരുമാനിച്ചു. എന്തായിരിക്കും നരേന്ദ്രമോദി ജപ്പാൻ്റെ ഭരണകൂടവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഉണ്ടാക്കുന്ന ധാരണ എന്നുള്ളത് വരും നിമിഷങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. ഇതിനുശേഷം അദ്ദേഹം ചൈനയിലേക്ക് പോകുന്നു. അതും ഒരു നിർണായക ഒരു നീക്കമായിരിക്കും ഇന്ത്യയുടെ. ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. അവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ആ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമാകും. അത്തരത്തിൽ ഇന്ത്യക്ക് വരുന്ന ദിവസങ്ങളിൽ വളരെ നിർണായകമായ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്.